നമ്മൾ കഴിഞ്ഞ 25 വർഷമായിട്ട് തൈക്കടപ്പുറം കേന്ദ്രീകരിച്ച് കടലാമ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന നെയ്തൽ എന്നൊരു ഓർഗനൈസേഷൻ്റെ പ്രവർത്തകനാണ്, ഇതിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഒരു കേന്ദ്ര ബഡ്ജറ്റിൽ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. പലരും അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ട്രോളുകൾ ഇറക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത ആൾക്കാരുണ്ട്. എന്താണ് രാഷ്ട്രീയക്കാരനടക്കമുള്ള ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇന്ന് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ അതിന് ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ചെമ്മീൻ ഇറക്കുമതി നടത്തുന്നില്ല, ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കാരണം ആ ഉപരോധത്തിന് പിറകിൽ കടലാമ സംരക്ഷണ പ്രവർത്തനത്തിൽ സീരിയസ് ആയി ഇടപെടാത്ത രാജ്യങ്ങളിൽ നിന്ന് അവർ ചെമ്മീൻ ഇറക്കുമതി ചെയ്യില്ല. ആകെ അവർ പറയുന്ന ഒരു നിബന്ധനയുള്ളൂ, ട്രോളിംഗ് ബോട്ടുകളുടെ സഞ്ചു വലകളിൽ ടെഡ് എന്ന് പറയുന്ന ടർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസർ ഇത് ഘടിപ്പിച്ചിരിക്കണം. ഇത് ഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നിർബന്ധിക്കാത്തതുകൊണ്ട്, സർക്കാർ സംവിധാനത്തിലൂടെ അത് വിതരണം ചെയ്യാത്തതുകൊണ്ട് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ രാജ്യത്തിന് ഏകദേശം ഒരു വർഷം അറിഞ്ഞിടത്തോളം 2000-3000 കോടിയുടെ വരുമാന നഷ്ടമുണ്ട്, വിദേശ വരുമാന നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനങ്ങളെ ബാധിക്കുന്നുണ്ട്, കേന്ദ്രത്തെയും ബാധിക്കുന്നുണ്ട്. ആ ഒരു വരുമാന നഷ്ടത്തെ തിരിച്ചു പിടിക്കാനാണ് കേന്ദ്രം ഇങ്ങനെയുള്ളൊരു പുതിയൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് കർണാടക, കേരള, ഒറീസയുടെ തീരങ്ങളിൽ ഇപ്പോഴും മുട്ടയിടുന്ന തീരങ്ങളാണെന്നുള്ള അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അഡൾട്ട് മോർട്ടാലിറ്റി, അതായത് മുതിർന്ന ആമകളുടെ മരണം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വന്ന മുട്ടകളൊക്കെ ആൾക്കാർ ഭക്ഷിക്കാൻ വേണ്ടി എടുക്കുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ ഇപ്പോഴും നമുക്ക് ഇനിയും സംരക്ഷിക്കാൻ പാകത്തിനുള്ള കുറേ കടലാമകളുടെ സാധ്യത നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റ് ഒരു ജീവിവർഗത്തിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇത് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ പട്ടികയിൽ 1-ാം പട്ടികയിൽ കടുവയും പുലിയൊക്കെ ഉള്ളതുപോലെ 1-ാം പട്ടികയിൽപ്പെട്ട ജീവിയാണ്. അപ്പോൾ അതിൻ്റെ സംരക്ഷണത്തിന് ഇത്രയും കാലം ഇതിന് വളരെ നിസ്സാരമായി കണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ സാരമായ പരിക്കാണ് സാമ്പത്തിക മേഖലയിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ തിരിച്ചെടുക്കാനുള്ളൊരു ശ്രമം എന്ന രീതിയിൽ, പരിസ്ഥിതി പ്രവർത്തനം എന്ന രീതിയിൽ മാത്രമല്ല, മത്സ്യത്തൊഴിലാളികളുടെ കൂടെ ഇടപഴകി അവരുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ അവർക്ക് വളരെ വലിയ മെച്ചങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോകണം. കാരണം ഇത് കടലിൽ ഉണ്ടാകുന്ന ചൊറി എന്ന് പറയുന്ന ജെല്ലി ഫിഷ് എന്ന് പറയുന്ന ജീവിവർഗത്തിനെ, കടൽപ്പുല്ലിനെ, അതിൻ്റെ വംശസംഖ്യയെ, അതുപോലെ തന്നെ കോറൽ റീഫിനെ കൂടുതൽ നശിപ്പിക്കുന്ന സ്പോഞ്ചുകളൊക്കെ ഇതിൻ്റെ വംശസംഖ്യയൊക്കെ ഇത് നിയന്ത്രിക്കും, ഈ കടലാമകൾ. അപ്പം നമ്മളൊരു സാമ്പത്തിക മേഖല ഉണ്ടാകുന്ന ഒരു ലാഭം ഒരു വശത്തും, അതിൻ്റെ ജൈവ മേഖലയിൽ പാരിസ്ഥിതിക മേഖലയിൽ ഇതിൻ്റെ ഒരു വംശവർദ്ധന ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന വലിയ പാരിസ്ഥിതിക ലാഭം മറ്റൊരു വശത്തുണ്ട്. ഇതന്നെയായാലും നമ്മൾ കേരളത്തിൻ്റെ ഭരണകൂടം ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെ ഏറ്റെടുക്കണം എന്നുള്ളൊരു അപേക്ഷ ഒരു പരിസ്ഥിതി പ്രവർത്തനം എന്നുള്ള രീതിയിൽ നമുക്കുണ്ട്. നമ്മുടെ കടൽ തീരത്ത്, നമ്മുടെ കേരള തീരത്ത് ഇപ്പോൾ ഒരു വിരട്ടി കടലാമകൾ മാത്രമാണ് മുട്ടയിടാൻ വേണ്ടി വരുന്നത്. മുമ്പേ ഏറ്റവും വലിയ കടലാമയായ ലെതർ ബാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവയൊക്കെ ഒന്നും തിരിച്ചു വരില്ല. പക്ഷേ ഇതിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ഗ്രീൻ ടർട്ടിൽ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഹോക്സ്ബിൽ കടലാമകൾ ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവ പോലും പല സ്ഥലങ്ങളിൽ പല പാഴ്വലകളിലൊക്കെ കുടുങ്ങിയിട്ട് പരിക്ക് പറ്റിയിട്ട് ഇവിടത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ തെറ്റായ ചില മത്സ്യബന്ധന രീതികളുണ്ട്. പാഴ്വലകളും പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ചാക്ക്, മണൽ നിറച്ച പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 20-25 നോട്ടിക്കൽ മൈൽ അപ്പുറം പോയിട്ട് GPS വെച്ചിട്ട് അത് അവിടെ കടൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് തിരിച്ചു വരും. 8-10 ദിവസം കഴിയുമ്പോൾ ഇതിലേക്ക് പറ്റിപ്പിടിച്ച പായലുകളൊക്കെ തിന്നാൻ വേണ്ടി കണവകളൊക്കെ വരും. അപ്പോൾ ഈ കൃത്രിമ പാലിനെ സ്വതന്ത്രമായ അവരുടെ ഒരു നേഴ്സറി, അവരുടെ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള നേഴ്സറി ആയിട്ട് സൂക്ഷിക്കുന്നതിനായി ഈ കണവ ഇതിന് ചുറ്റുമുണ്ടാവും. പിന്നെ അവർ 8-10 ദിവസം കഴിഞ്ഞിട്ട് ആങ്കർ ചൂണ്ടകളുമായിട്ട് കൃത്യമായിട്ട് ആ സ്പോട്ടിലേക്ക് എത്തിയിട്ട് ഈ കണവകളെ പിടിച്ച് ഈ പ്രാക്ടീസ് കുറച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ അത് അവിടെ ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ്. മൺസൂണിൽ ഇതൊക്കെ ഇളകി കടലിൽ ഒഴുകാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇതിൽ ധാരാളം കല്ലുമ്മക്കായ പോലുള്ള മുളസ്ക പോലുള്ള കക്ക ജീവികളൊക്കെ വളർന്നിട്ടുണ്ട്. ഇതിനെ ആഹരിക്കാൻ വേണ്ടിയിട്ട് കടലാമകൾ അതിനടുത്തേക്ക് എത്തിയും ഫ്ലിപ്പർ അതിൽ കുടുങ്ങുകയും, ഈ ഫ്ലിപ്പർ കുടുങ്ങുമ്പോൾ ഇത് അന്തരീക്ഷ വായുവാണ് ശ്വസിക്കുന്നത്, കടലിൽ ജീവിക്കുന്നതാണെങ്കിൽ പോലും. അപ്പോൾ കുടുങ്ങുമ്പോൾ ഇത് കുതറി ഈ ഫ്ലിപ്പറുകളൊക്കെ നഷ്ടപ്പെട്ട് അവ ചത്ത് പോകുന്ന ഒരവസരം, പരിക്ക് പറ്റി കരയിലേക്ക് അവസ്ഥ നിലയിലേക്ക് വരുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു കടലാമ സംരക്ഷണ കേന്ദ്രം ഇവിടെ തുടങ്ങുമ്പോൾ ഇതിന് സമഗ്രമായിട്ട് നമ്മൾ അതിൻ്റെ ഈ മുട്ടയിടാനുള്ള അതിൻ്റെ മാതൃതീരങ്ങളുടെ ശുദ്ധത നമ്മൾ ഉറപ്പുവരുത്തണം. കടലിൽ നമ്മൾ പാഴ്വസ്തുക്കൾ പ്രത്യേകിച്ച് വലകൾ ഒക്കെ വലിച്ചെറിയുന്ന രീതിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതിൻ്റെ കൃത്യമായിട്ട് ഇതിൻ്റെ സംരക്ഷണത്തിൻ്റെ സമഗ്രത നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ ഇപ്പോൾ 2 ആമകളുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മൾക്ക് ഈ കടലാമ മുട്ടകൾ പുറത്തേക്ക് വിടാവുന്നതിനൊപ്പം തന്നെ പരിക്ക് പറ്റിയ ആമകളുടെ ഒരു റെസ്ക്യൂ കേന്ദ്രം കൂടി ഈ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടത്.
ഇപ്പോൾ നമ്മുടെ നെയ്തലിൽ കുറച്ച് മാസങ്ങളായിട്ടൊരു വലിയ ഒരു 35 കിലോയിലധികം ഭാരമുള്ള ഒലിവ് റിഡ്ലി കടലാമയും ഒരു ചെറിയ ഏകദേശം 2 വയസ്സ് മാത്രം പ്രായമുള്ള 2 കിലോ മാത്രം ഭാരമുള്ള ഒരു ഹോക്സ് ബിൽ കടലാമയുടെ ഒരു കുഞ്ഞും നമ്മുടെ കയ്യിലുണ്ട്. ഈ ഹോക്സ് ബിൽ കടലാമ ഇതൊരു ഔട്ട്ബോർഡ് എഞ്ചിൻ്റെ ഫ്ലിപ്പർ എന്തോ തട്ടി അതിൻ്റെ ബാലൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവസ്ഥ നിലയിൽ ഭക്ഷണമൊന്നും കഴിക്കാൻ വേണ്ടി പറ്റാതെ തീരത്തേക്ക് അടിഞ്ഞതാണ്. മറ്റേ കടലാമയാണെങ്കിൽ ഇതുപോലെ പാഴ്വലയിൽ കുടുങ്ങിയിട്ട് വലയോട് കൂടിയിട്ട് പഴയ വലയോട് കൂടിയിട്ട് ഫ്ലിപ്പറുകളൊക്കെ അറ്റുപോയെന്ന അവസ്ഥയിൽ അറ്റുപോകാറായ അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നാട്ടുകാർ ഇതിനെത്തിച്ചു. പിന്നെ നമ്മൾ വെറ്റിനറി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അതിന് ദിവസം മരുന്നൊക്കെ വെച്ച് ഇപ്പോൾ നന്നായി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഇതിനൊക്കെ 1 മാസത്തിനുള്ളിൽ തന്നെ രണ്ടിനെയും കടലിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇങ്ങനെയുള്ള ആമകളെ മിക്ക തീരങ്ങളിലും കിട്ടാറുണ്ട്. പക്ഷേ മിക്ക തീരങ്ങളിലും നമ്മുടെ അറിവിൽ തന്നെ ആൾക്കാർ അതിനെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിക്കുന്നുണ്ട്. ചില കടൽ തീരങ്ങളിൽ ഇതിൻ്റെ മുട്ടകൾ ആൾക്കാർ എടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു അവയർനെസ് കൂടി ഇതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്.